നമുക്ക് തിരുവനന്തപുരത്തേക്ക് ഒന്ന് പോകാം. അവിടെ തലസ്ഥാനത്ത് കൗമാരക്കുതിപ്പിനൊരുങ്ങാണ് കുട്ടികളുടെ ഒളിമ്പിക്സേ. സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. വൈകിട്ട് 4 മണിക്ക് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മേള ഉദ്ഘാടനം ചെയ്യും. മാർച്ച് പാസ്റ്റിനോടൊപ്പം വിപുലമായ കലാപരിപാടികളും ഇത്തവണ ഉദ്ഘാടനത്തിന് ഒരുക്കിയിട്ടുണ്ട്. ഒളിമ്പിക്സ് മാതൃകയിലാണ് മേള നടത്തുന്നത്. അതേസമയം സർക്കാർ അവഗണനയിൽ പ്രതിഷേധിച്ച് കായിക അധ്യാപകർ മേള ബഹിഷ്കരിക്കുകയാണ്. ജയേഷ് പൂക്കോട്ടൂരുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ജയേഷ്, വെരി ഗുഡ് മോർണിംഗ്. സിറ്റീസ്, അൾട്ടീസ്, 40s എന്നതാണ് ഒളിമ്പിക്സിന്റെ മുദ്രാവാക്യം. കൂടുതൽ വിവരത്തിൽ കൂടുതൽ വേഗത്തിലൊക്കെ നമ്മുടെ കൗമാരം കുട്ടികളുടെ ഒളിമ്പിക്സിൽ ഇന്ന് ട്രാക്കിൽ കുതിച്ചു പായാൻ പോവുകയാണ്. താരങ്ങളൊക്കെ എത്തിത്തുടങ്ങിയിരിക്കുന്നു, സ്വീകരിച്ചിരിക്കുന്നു തലസ്ഥാനം. കളർഫുൾ ആണോ? ഇടയ്ക്ക് മഴ ചെറിയ വില്ലനായി തീരാൻ സാധ്യതയുണ്ടോ ജയേഷ്? ഡോക്ടർ അരുൺകുമാർ, വെരി ഗുഡ് മോർണിംഗ്. ഞാനിതാ ഇപ്പോൾ ഉദ്ഘാടന ചടങ്ങ് നടക്കുന്ന തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിലാണ് ഉള്ളത്. ഇവിടെ ഇപ്പോൾ താരങ്ങളൊക്കെ പരിശീലനവും മറ്റുമൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. മഴ ചെറിയൊരു ഭീഷണി ഉണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. രാവിലെ തന്നെ മഴ പെയ്തിരുന്നു. ഇപ്പോഴും ചെറുതായിട്ട് മഴ തുള്ളിപ്പെയ്യുന്നുണ്ട്. അത് വലിയ മഴയാവാതിരിക്കട്ടെ, ആവേശത്തോടെ നടക്കട്ടെ. നമുക്കിതാ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. തിരുവനന്തപുരം ജില്ലാ ടീമിൻ്റെ പരിശീലനമാണ്, ഹാൻഡ്ബോൾ ടീമിൻ്റെ പരിശീലനമാണ് നടക്കുന്നത്. നമുക്ക് താരങ്ങളോട് ഒപ്പം തന്നെ അവരുടെ പരിശീലകരോടൊക്കെ വിശേഷം ചോദിച്ചു നോക്കാം. കോച്ച് ഗുഡ് മോർണിംഗ്. തിരക്കിട്ട പരിശീലനത്തിലാണ് അല്ലേ? നമ്മൾ തിരുവനന്തപുരം ജില്ലാ ടീം അല്ലേ? ഹാൻഡ്ബോൾ ടീം. ഹാൻഡ്ബോൾ അണ്ടർ 19, അണ്ടർ 17 ബോയ്സിന്റെ ടീമാണ്. എങ്ങനെയുണ്ട് പരിശീലനമൊക്കെ നടക്കുന്നത്? പരിശീലനം നന്നായിട്ട് പോകുന്നു. മഴയാണ് നമ്മുടെ ഒരു പ്രശ്നം. ഇന്നിപ്പോൾ കുറച്ചൊരു തെളിഞ്ഞ കാലാവസ്ഥ കിട്ടിയിട്ടുണ്ട്. ഏത് മത്സരത്തിനാണെങ്കിലും, അത്ലറ്റിക്സ് ആണെങ്കിലും ഫീൽഡ് ഇവന്റ്സ് ആണെങ്കിലും ഒക്കെ മഴ പെയ്ത് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. മഴ പെയ്ത ബുദ്ധിമുട്ട് തന്നെയാണ്. ഇവിടെ ബോൾ വഴുതി പോലുള്ള ബോൾ വഴുതി പോകുന്നത്. പിന്നെ ഇവിടെ മണലുള്ളതുകൊണ്ട് അതുകൊണ്ട് ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അത്യാവശ്യം ഇന്നിപ്പം രാവിലെ കിട്ടിയിട്ടുണ്ട്. വൈകുന്നേരത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. ഉറപ്പായിട്ടും. ഒപ്പം തന്നെ ഇപ്പോൾ ഈ കായിക മേള മാറി സ്കൂൾ ഒളിമ്പിക്സ് ആണ്. അവർ ഒളിമ്പിക്സ് മാതൃകയിലേക്ക് മാറ്റുമ്പോൾ അധ്യാപകർ എന്നുള്ള നിലയ്ക്ക് എന്തൊക്കെയാണ് സന്തോഷങ്ങൾ? കുറച്ചും കൂടെ എനിക്കൊന്ന് പണ്ടത്തേക്കാൾ കുറച്ചും കൂടെ ഓർഗനൈസ് ചെയ്ത് ഉള്ള സംഭവങ്ങളാണ് ഇപ്പം നടക്കുന്നത്. പിന്നെ കുട്ടികൾക്ക് കുറച്ചും കൂടെ ചാൻസസ്, ഈ പറഞ്ഞ പോലെ നല്ല ഫെസിലിറ്റീസ് കുറച്ചും കൂടെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അഡ്വാൻറ്റേജ് കുട്ടികൾക്ക് ഇപ്പം കിട്ടുന്ന എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പോൾ പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ ഈ കാലാവസ്ഥയുടെ ഒരു പ്രശ്നം ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു പണ്ടത്തെക്കാളൊക്കെ എത്രയോ ബെറ്റർ. ഒളിമ്പിക്കിലേക്ക് വന്നതോടുകൂടി അതിൻ്റെതായിട്ടുള്ളൊരു എല്ലാ പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുപോലെ നമുക്ക് ഒഫീഷ്യൽസിന് ആയാലും ഈ കോച്ചിങ്ങിനായാലും പണ്ടത്തെക്കാളൊക്കെ ബെറ്റർ പെർഫോമൻസ് ചെയ്യാൻ കുട്ടികൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഒപ്പം തന്നെ സമ്മാനത്തുക ഉൾപ്പെടെ കൂട്ടിയിട്ടുമുണ്ട് ഇത്തവണ. അതൊക്കെ ഏതെല്ലാം തരത്തിൽ കുട്ടികൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു കുട്ടികൾക്കൊരു മോട്ടിവേഷനാണ്. പിന്നെ ജോലിയുടെ ഒരു പിന്നെ ഇത് മാത്രമാണ്, അഭാവം മാത്രമാണ് ഇപ്പം ഉള്ളത്. അവസാന ലാസ്റ്റ് വർഷങ്ങളിലൊക്കെ ജോലി കുറേ സാധ്യതകളും കൊടുത്തിട്ടുണ്ട് സർക്കാർ. അതുപോലെ തന്നെ ഇവർക്ക് ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു ചാൻസും കൂടെയാണ് ഈ പറഞ്ഞ സ്പോർട്സ് എന്ന് പറയുന്നത്. അതിനുള്ള എല്ലാ സാധ്യതകളും ഇവിടെ ഉണ്ട്. പിന്നെ ഫെസിലിറ്റീസിൻ്റെ കാര്യത്തിൽ മാത്രമാണ് ഇപ്പം നമ്മുടെ ഈ ഹാൻഡ്ബോൾ ആണെങ്കിൽ അതിനുള്ളൊരു ഇൻഡോർ സ്റ്റേഡിയം പ്രോപ്പറായിട്ടില്ല. അങ്ങനെയുള്ള കുറച്ച് ഇത് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളതൊക്കെ. എല്ലാവിധ ആശംസകളും കോച്ച്. നമ്മൾ താരങ്ങളിലേക്ക് പോകേണ്ടതാണ്, പക്ഷെ താരങ്ങളവിടെ കടുത്ത പരിശീലനത്തിലാണുള്ളത്. അതുകൊണ്ട് മാത്രമാണ് അവരെ ബുദ്ധിമുട്ടിക്കുന്നില്ല. പലരും ഒക്കെ റെക്കോർഡ് ഭേദിക്കാനൊക്കെ വന്നതാണ്. മോശം കാലാവസ്ഥയാണെങ്കിൽ അതൊക്കെ ദോഷമാവുകയും ചെയ്യും അല്ലേ? അങ്ങനൊരു ആശങ്കയുണ്ട്. ഉറപ്പായിട്ടും. കാരണം ഇന്നലെയെല്ലാം വൈകുന്നേര സമയങ്ങളിലൂടെ അതിശക്തമായ മഴയായിരുന്നു പെയ്തത്. അതായത് തൊട്ട് മുന്നിലുള്ള കാഴ്ച പോലും മറക്കുന്ന രീതിയിലുള്ള മഴയായിരുന്നു പെയ്തത്. അപ്പോൾ അത്തരത്തിലുള്ള മഴയൊക്കെ പെയ്യുകയാണെങ്കിൽ ട്രാക്ക് ഇവൻറ്റ്സ് ആയിക്കോട്ടെ, ഫീൽഡ് ഇവൻറ്റ്സ് ആയിക്കോട്ടെ, ജമ്പ്, ത്രോ ഉൾപ്പെടെയുള്ള എല്ലാ ഇവൻറ്റ്സിനും മഴ വലിയ രീതിയിലൊരു തിരിച്ചടിയാകും. പ്രത്യേകിച്ച് താരങ്ങളുടെ പെർഫോമൻസ്. ഈവൻ ട്രാക്കിലൂടെ സ്പൈക്കിട്ട് ഓടുകയാണെങ്കിൽ പോലും ഏതെങ്കിലും തരത്തിൽ വീഴുമോ എന്നുൾപ്പെടെയുള്ള ഭയം കുട്ടികൾക്കുണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അപ്പോൾ അത്തരത്തിൽ മഴയെല്ലാം മാറി നിന്ന് മികച്ചൊരു കാലാവസ്ഥയിൽ നടന്നാൽ മാത്രമേ അവർക്ക് അവരുടെ ഒരു 100% കൊടുക്കാൻ കഴിയും. മഴ മാറുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. എന്തായാലും ഇന്ന് വൈകിട്ട് 4 മണിക്കാണ് ഉദ്ഘാടന ചടങ്ങുകൾ. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും ഒപ്പം തന്നെ ഇന്ത്യൻ ഫുട്ബോൾ ഇതിഹാസം IM വിജയനും ചേർന്നാണ് ദീപശിഖ തെളിയിക്കുക. ഓക്കെ, താങ്ക് യു. അപ്പോൾ ജയേഷാണ് ഞങ്ങളുടെ റിപ്പോർട്ടർ. വാർത്താ സംഘം തത്സമയ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് സ്റ്റേഡിയത്തിൽ നിന്ന് ചേരും. പ്രേക്ഷകർക്കൊപ്പം വൈകുന്നേരം 4 മണിക്ക് നമുക്ക് കാണാം. കായികമേള തുടങ്ങുമ്പോൾ ഒരുപാട് ആശങ്കകളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ആശങ്ക കായിക അധ്യാപകർ ഇത് മേള ബഹിഷ്കരിക്കുന്നു എന്നുള്ളതാണ്. ഇതിന് ചുക്കാൻ പിടിച്ച്